ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ഡെയിലി വ്ലോഗ് ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് കാണാം. അപ്പോൾ സൺഡേ ഈസ് ഹോളിഡേ എന്നാണല്ലോ. അപ്പോൾ സൺഡേസിലാണ് നമ്മൾ മുകളിലത്തെ ഫ്ലോർ ക്ലീൻ ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ റൂം ഫുൾ സെറ്റപ്പാക്കി. പക്ഷേ അതിൽ കുറച്ച് സാധനങ്ങൾ അതേപോലെ തിരിച്ചു വെക്കാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അപ്പുറത്തെ റൂമും അതേപോലെ തന്നെ ഫ്ലോറും ക്ലീൻ ചെയ്ത്. കാരണം മറ്റുള്ള ദിവസങ്ങളിലൊന്നും നമ്മൾ ക്ലീൻ ചെയ്യലില്ല. സൺഡേസിലാണ് നമ്മൾ മുകളിലത്തെ ഫ്ലോറ് ഫുള്ളായിട്ട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വെക്കൽ. അപ്പോൾ അത്രയും ലാഗാകുമ്പോൾ നല്ല കച്ചറുണ്ടാവും. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടെല്ലാം ചെയ്യൽ. അതിനുശേഷം സ്കിപ്പിക്ക് എൻ്റെ പൂച്ച ഓനക്കൊരു കുത്തിവെപ്പ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പർദ്ദൊക്കെ ഇട്ട് റെഡിയായി നേരെ താഴത്തേക്ക് ഇറങ്ങി. ഓനെന്നിട്ട് നമ്മൾ ഒരു പെട്ടിയിൽ ഒരു കൊട്ടയിലിട്ടിട്ടാണ് കൊണ്ടുപോക്ക്. അപ്പോൾ ഓനക്ക് ആ കൊട്ട കാണുമ്പോൾ ഇതിന് പേടി. അപ്പോൾ നമ്മൾ അതിലിട്ടാൽ ഓനെ നേരെ ഏത് ഉയർത്തുന്നതാണെന്നുണ്ടെങ്കിൽ ഓന് ചാടി ഇറങ്ങും. അത് പിന്നെ വീണ്ടും പിടിച്ചിട്ട് ആ കൊട്ടയിൽ തന്നെ ഇട്ട്. ആൾക്ക് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു, ചാടാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒതുക്കി നിർത്തി അവനെ. കുറച്ച് ഇങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് സെറ്റാക്കി. നമ്മൾ നേരെ മൃഗാശുപത്രി പോയി. പിന്നെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് കിട്ടിയ ചാടുന്ന ആളാണ്. അപ്പോൾ ഇന്നെന്തോ ചാടിയില്ല. അപ്പോൾ എനിക്ക് ഇന്നാണ് ലാസ്റ്റ് ഡേ കുത്തിവെപ്പ് വെക്കാനുള്ള. അപ്പോൾ ആദ്യം കാലുമൊക്കെ അടിക്കുമ്പോൾ എനിക്കൊരു മാന്തലും ചവിട്ടലൊക്കെ കൂടുതലാണ്. പിന്നെ വയറുമൊക്കെ അടിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ആൾ നല്ല കൂളായിട്ടിരിക്കും. പിന്നെ ഓനെ നേരെ നമ്മൾ കൊട്ടയൊക്കെ ഇട്ടിട്ട് നേരെ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തോട് കൂടി അവൻ്റെ ഇഞ്ചക്ഷൻ്റെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ നല്ല ഏട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ട കൊണ്ട് അമ്മായി നല്ല മുളകിട്ട കറി വെക്കുകയാണ്. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കാണാണ്, നല്ല സ്മെല്ലാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മുകളിലത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത പരിപാടിയാണ് താഴെ ക്ലീൻ ചെയ്യുക. ലിവിങ്ങിൽ ചാർജറും പത്രവും പേപ്പറും അതൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ അടുക്കി പെറുക്കി വെച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തു. അതിന് ശേഷം എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ മമ്മീൻ്റെ ഫ്രണ്ട് രണ്ടാൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പോവാണ്. ഞാൻ ഒറ്റക്കാണ്. ഉച്ച ഒരു ലഞ്ചിൻ്റെ ടൈമിൽ ഞാൻ നേരെ അങ്ങോട്ട് പോയി. ഞാൻ ചെന്നപ്പോൾ നല്ല സാമ്പാറിനുള്ള കടുക് പൊട്ടിക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഓൾക്ക് കളിക്കാൻ പോകേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് ആൾ പുറത്തേക്കൊക്കെ നോക്കി ഭയങ്കര കൂളായിട്ടാണ് ഫുഡ് കഴിക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, ബീട്രൂട്ട് അച്ചാർ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഇപ്പം ഇങ്ങനെ പോയിട്ട് അപ്പം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം എനിക്ക് ഒരു കൊളാബ് ഉണ്ടായിരുന്നു, ഒരു മെഹന്തിൻ്റെ. അങ്ങനെ അതിൻ്റെ മൈലാഞ്ചി ഇട്ടു. അപ്പോൾ അടുത്ത് തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നിക്ക് മൈലാഞ്ചി കിട്ടുമെന്ന് ഹെന്ന ബൈ ജുമൂസ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് എനിക്ക് മൈലാഞ്ചിൻ്റെ കിറ്റ് സെൻഡ് ചെയ്ത് തന്നിരുന്നത്. അപ്പോൾ ആ കുട്ടി എനിക്ക് നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി കിട്ടുമെന്ന്. ഇവളെ പേര് ഹസ്ന എന്നാണ്, മെഹന്തി ബൈ ഹസ്ന. അങ്ങനെ ആൾക്ക് 2 കയ്യിലും മൈലാഞ്ചി കിട്ടുമെന്ന്. അതിൻ്റെ ശേഷം സിൻതാത്ത ഞങ്ങൾ വന്നാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് പാസ്തയും വൈറ്റ് സോസ് പാസ്തയും പിന്നെ അതേപോലെ കസ്റ്റാർഡ് വരുന്നു. അപ്പോൾ മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഭയങ്കര ഇടങ്ങേറുണ്ടായിരുന്നു. ആസ്വദിച്ച് കഴിക്കാനും പറ്റണില്ല, എന്നാൽ നല്ല ടേസ്റ്റുണ്ട്. അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അങ്ങോട്ട് തിന്ന് സെറ്റാക്കി. നല്ല ടേസ്റ്റാണ്. ആളുണ്ടാക്കണ എല്ലാ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. നല്ല വെറൈറ്റി ഫുഡ് ആളുണ്ടാക്കി തരും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ മൈരിവാങ്കൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ സാമഗ്രികളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ കുപ്പിയിട്ട് ഞാൻ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ കുപ്പിയിട്ട് പോവുള്ളൂ. എന്താ അറിയില്ല, ആദ്യം എന്നോട് മേടിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് പണ്ടത്തെ ഫസ്റ്റ് എടുക്കുമ്പോഴുള്ള ഷോ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കുപ്പി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ രാവിലെ മറ്റേ മിറർമെന്ന് ഊരി വെച്ച ലീവ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ്ടായിരുന്നു. അങ്ങനെ കുളിക്കാണ്ട് ആയുധന ആ പണി ആയുധന ചെയ്ത് വെച്ച് പിന്നെ അത് നമുക്ക് നോക്കണ്ടല്ലോ. പിന്നെ കുറച്ച് ഡ്രസ്സ് ആങ്കർമ്മ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൂക്കിയിട്ട് വെച്ചു. പിന്നെ കുറച്ച് കാർഡ്ബോർഡുകളൊക്കെ ഒഴിവാക്കണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി. പിന്നെ മേശ അല്ലെങ്കിൽ ടേബിള് അതങ്ങോട്ട് റെഡിയാക്കി അതിന്മേൽ ബാഗും അതും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ആയിട്ട് കോളേജിൽ ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളായിട്ട് കുറച്ച് നോട്ട്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അതും അങ്ങോട്ട് തീർത്തപ്പോൾ ഭയങ്കര ആശ്വാസമായി. അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ടാറ്റാ.